വചനമൊഴി നവംബർ 1. വചനഭാഗം 1 തിമോത്തി 4:1-5, മത്തായിയുടെ സുവിശേഷം 5:38-42. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്തു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുത്തേക്കുക. 1 മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ പോകുക. യാചിക്കുന്നവന് കൊടുക്കുക. നിന്നോട് കടം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ശൈലി എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് മലയിലെ പ്രസംഗം. മലയിലെ പ്രസംഗത്തിൽ നിന്നുമുള്ള വചനഭാഗമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്നത് പഴയ നിയമ ജനതയുടെ ധാർമ്മികതയായിരുന്നു. എന്നാൽ പ്രാചീന ജനത കാട്ടുനീതി പാലിച്ചിരുന്നവരായിരുന്നു. 1 പകരം 10, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരാളെ ആക്രമിച്ചാൽ അതിനേക്കാൾ അധികമായിട്ട് മറുവശത്തെ ആക്രമിക്കുക, നശിപ്പിക്കുക എന്ന ഒരു തരം കാട്ടുനീതിയായിരുന്നു പ്രാചീന ജനതകളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മാറി ഒരു മാനുഷിക നീതിയിലേക്ക് വരുന്നത് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. അതാണ് കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്നത്. തക്കതായ വിധത്തില് പ്രതികാരം ചെയ്യുക എന്നതാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. തക്കതായ വിധത്തിൽ, അല്ലെങ്കിൽ ആനുപാതികമായ വിധത്തിൽ പ്രതികാരം ചെയ്യുക എന്നതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഈശോ മിശിഹായിലൂടെ നൽകപ്പെട്ട ധാർമ്മികത കടമകൾക്കും അപ്പുറം നന്മ ചെയ്യുക എന്നുള്ളതാണ്. കടമകൾക്കും അപ്പുറം ചെയ്യുന്ന നന്മകളാണ് വിശുദ്ധി. നമ്മുടെ ജീവിത കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം കടമകൾക്കും അപ്പുറം നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.